ഈ കുട്ടി പേന യൂസ് ചെയ്യാതെ പേപ്പറിൽ സൂചി കൊണ്ട് കുത്തിയാണ് എക്സാം എഴുതുന്നത്. കാരണം അവന് കണ്ണ് കാണില്ല, അതുകൊണ്ടാണ് ബ്ലൈൻഡ് ലിപിയിൽ എഴുതുന്നത്. അത് വെച്ച് മാത്രമേ അവർക്ക് ഈ ലോകത്തെ തന്നെ മനസ്സിലാക്കാൻ കഴിയൂ. അങ്ങനെ എക്സാം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകുന്നതിനെ പറ്റി ഓർത്ത് സന്തോഷിക്കുന്നു. കാരണം വർഷങ്ങളായി ഇവിടെ താമസിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇന്നാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇവനും താൻ പരീക്ഷയിൽ പാസ്സാവുമെന്ന ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നു. അത് അച്ഛനോട് പറയുന്നതിനായി കാത്തിരിക്കുന്നു. അവന്റെ കൂട്ടുകാരുടെ ഫാമിലി എല്ലാം വന്ന് അവർ സന്തോഷത്തോടെ പോകുന്നു. പക്ഷെ കുറെ നേരമായിട്ടും അവന്റെ അച്ഛൻ വന്നതേയില്ല. അത് ആലോചിച്ച് അവൻ വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ അവന്റെ അധ്യാപകൻ അവന്റെ അടുത്ത് വന്നിരുന്ന് അവന്റെ അച്ഛൻ ഉടനെ വരുമെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നത് അവന്റെ മനസ്സിന് ആശ്വാസം കൊടുക്കുമെങ്കിലും സമയം പോകുന്തോറും അവന് വിശ്വാസം നഷ്ടമാവുന്നു. എന്നാൽ കുറെ നേരം കഴിഞ്ഞ് അവന്റെ അച്ഛൻ വരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല. കാരണം കണ്ണു കാണാത്ത അവൻ അദ്ദേഹത്തിന് ഒരു ഭാരമായി തോന്നുന്നു. അത് മനസ്സിലാക്കിയ അവൻ അച്ഛൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ ഇവിടെ ഉപേക്ഷിച്ചു പോകുമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചു കരയുന്നു. അതുകൊണ്ട് അച്ഛൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വന്നവൻ മുത്തശ്ശിയുടെയും അനിയത്തിയുടെയും ഫേസിൽ തൊട്ട് നോക്കി സന്തോഷിക്കുന്നു. ഒരു ദിവസം അച്ഛൻ അവനെ ബീച്ചിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഉണ്ടായിരുന്ന കയറിൽ പിടിച്ച് നടക്കാൻ പറഞ്ഞ് അവിടെ ഒറ്റയ്ക്കാക്കി പോകുന്നു. അവൻ അവിടെ ഉപേക്ഷിക്കപ്പെട്ടത് കണ്ട് ആരോ അവനെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. എന്നാൽ അവന്റെ അച്ഛൻ അവനെ പോലെ കണ്ണു കാണാത്തൊരു കാർപ്പന്ററിന്റെ അടുത്ത് അവനെ കൊണ്ടാക്കുന്നു. അവിടെ ആ കാർപ്പന്റർ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടതെന്ന് അവന് കാണിച്ചു കൊടുക്കുന്നു. ഒരു വശത്ത് മുത്തശ്ശി അവനില്ലാതെ അവനെ പറ്റി തന്നെ ചിന്തിച്ച് മരണപ്പെടുന്നു. അച്ഛന്റെ രണ്ടാം വിവാഹവും ഫ്ലോപ്പായി അദ്ദേഹം തനിച്ചാവുന്നു. അതുകൊണ്ട് വീണ്ടും തന്റെ മകനെ ഓർമ്മ വന്ന് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനായി വരുന്നു. അവനെ ഒരു കുതിരപ്പുറത്ത് കയറ്റി കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ പെട്ടെന്ന് അവർ പോയിക്കൊണ്ടിരുന്ന പാലം തകർന്ന് അവൻ നദിയിലേക്ക് വീഴുന്നു. അത് കണ്ട് പാനിക്കായ അച്ഛൻ ഓടി വന്ന് തന്റെ മകനെ പുറത്തെടുക്കുന്നു. നോക്കുമ്പോൾ അപ്പോഴേക്കും അവന് ജീവൻ നഷ്ടമാവുന്നു. അദ്ദേഹം തന്റെ തെറ്റു മനസ്സിലാക്കി ദൈവത്തോട് കരഞ്ഞു നിലവിളിക്കുന്നു. നോക്കുമ്പോൾ അത്ഭുതകരമായി അവന് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടുന്നു.